അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും സലാം പറയുക എന്നുള്ളത്. സലാം പറയുന്നതിൽ എന്താണ് ഇത്ര പഠിക്കാനുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ഇസ്ലാമിൽ സലാമിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാമിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മുസ്ലിയാർ ഒരു ബാബ് തന്നെ സലാമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. നമുക്കറിയാലോ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ബൈത്ത് എന്താ? കണ്ടാൽ സലാം കൊണ്ടാണു മിണ്ടല് വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളത്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ബൈത്തുകൾ സലാമിനെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ആരോടാണ് നമ്മൾ സലാം പറയേണ്ടത്? പുരുഷന്മാര് പുരുഷന്മാരോടും സ്ത്രീകൾ സ്ത്രീകളോടും അതുപോലെ തന്നെ മഹ്റമിയത്തായ ഉമ്മ, ഭാര്യ, പെങ്ങള് ഇങ്ങനെയുള്ള ആളുകളോടുമാണ് നമ്മൾ സലാം പറയേണ്ടത്. മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായ ആളുകളോടാണ് സലാം പറയേണ്ടത്. മാത്രമല്ല ഈ സലാം അധികരിപ്പിക്കൽ കൊണ്ട് സ്നേഹം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെ ഇടയിലാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാവട്ടെ, മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ആരുടെ ഇടയിലാവട്ടെ, നമ്മൾ ആരോടാണോ ഈ സലാം വർദ്ധിപ്പിക്കുന്നത് അവരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ്, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് അവരൊക്കെ പരസ്പരം സലാം പറയുക. ഒരിക്കലും പാടില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം സംസാരിക്കാനോ സലാം പറയാനോ ഒന്നും പാടില്ല. പറഞ്ഞാൽ മടക്കവും വേണ്ട. സ്ത്രീ പുരുഷന്മാര് സലാം പറയേണ്ടത് മഹ്റമിയത്തായ ആളുകളുടെ ഇടയിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കാണുന്ന ചില തെറ്റുകളാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും അല്ലെ, അതിന്റെ പുറകെ കൂട്ടുന്ന വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതൊക്കെ നമ്മൾ കൂട്ടുന്നതാണ്. സലാം എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ സലാം, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറയുന്ന സലാം എങ്ങനെയാണ്? പറയുമ്പോൾ പല അക്ഷരങ്ങളും അതിൽ നിന്നും ഒഴിവായി പോകുന്നുണ്ട്. അസ്സലാമു അലൈക്കും, നമുക്കൊക്കെ സ്പീഡാണ്. അസ്സലാമു അലൈക്കോ, അലൈക്കോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റത്തെ മീം ഉണ്ടാവൂല. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ആദ്യത്തെ അലിഫും ലാമും ഉണ്ടാവൂല. സീനിന് ഫത്തഹായിരിക്കില്ല, സുക്കൂനായിരിക്കും. ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ. അതുപോലെ തന്നെ അസ്സലാമു എന്നുള്ള മീം ഉണ്ടാവില്ല. മീം ഉണ്ടെങ്കിൽ തന്നെ ഐന് പറയേണ്ടത് അംസ ആയിരിക്കും. ഇങ്ങനെ പല മിസ്റ്റേക്കുകളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് വരുമ്പോൾ, അക്ഷരം മാറുമ്പോൾ അവിടെ അർത്ഥങ്ങൾ മാറും. അപ്പൊ നമ്മൾ നേരെ ഉദ്ദേശിച്ച അർത്ഥം ചിലപ്പോൾ നമുക്ക് എതിരായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങനെ പറഞ്ഞാൽ മതി സലാം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മസ്അല, ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരാള് നമ്മളോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജന്നതുഹു വമഗ്ഫിറതുഹു വസലാമതുഹു ഇങ്ങനെ നീട്ടി പറഞ്ഞു എന്ന് വിചാരിച്ചോ? എന്നാൽ അതിന് മടക്കുമ്പോഴും നമ്മൾ അതേപോലെ നീട്ടിയിട്ട് മടക്കേണ്ടതുണ്ടോ? അങ്ങനെ മടക്കേണ്ടതില്ല. ഒരാൾ നമ്മളോട് അങ്ങനെ നീട്ടി സലാം പറഞ്ഞാൽ വ അലൈക്കുമുസ്സലാം അത്ര പറഞ്ഞാൽ മതി. കൂട്ടി പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ സലാം അടക്കൽ കൊണ്ട് അലൈക്കുമുസ്സലാം അത്ര പറഞ്ഞാൽ മതി. അല്ലാതെ അദ്ദേഹം കൂട്ടി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂട്ടി പറയണം എന്നില്ല. ഇനി ഒരാൾ നമ്മളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നേ പറഞ്ഞുള്ളൂ, നമ്മൾ മടക്കിയിട്ട് അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ നീട്ടി പറഞ്ഞാൽ അതിനും തെറ്റില്ല. സലാം പറയേണ്ടതും മടക്കേണ്ടതും സുന്നത്തും ഫർളുമായ രൂപം. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണല്ലോ. അവിടെ അസ്സലാമു അലൈക്കും വ അലൈക്കുമുസ്സലാം ഇതാണ് സലാമിന്റെ രൂപം എന്നുള്ളത്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങളൊക്കെ കറക്റ്റായിട്ട് മൊഴിഞ്ഞുകൊണ്ട് സലാം പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.